നമ്മൾ സാധാരണ പല രീതിയിൽ മീൻകറി തയ്യാറാക്കി എടുക്കാറുണ്ടല്ലേ. തേങ്ങ അരച്ചിട്ടും തേങ്ങ അരയ്ക്കാതെ മുളകിട്ടും പിന്നെ ഒരു മസാലയൊക്കെ വറുത്തിട്ടും പിന്നെ തേങ്ങ വറുത്തരച്ചിട്ടൊക്കെ മീൻകറി തയ്യാറാക്കി എടുക്കാറുണ്ട്. ഇതൊരു സ്പെഷ്യൽ മീൻകറി എന്ന് വേണമെങ്കിൽ പറയും കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റ് കാണും ഈ ഒരു മീൻകറി. ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കണമെന്ന് നോക്കാം. ഏത് മീൻ വെച്ചിട്ട് വേണമെങ്കിലും ഈ ഒരു കറി തയ്യാറാക്കാം. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയുള്ള അരപ്പിന് വേണ്ടിയിട്ട് 1.5 കപ്പ് തേങ്ങ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 10 ചെറിയ ഉള്ളി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി പ്ലസ് നോർമൽ ചില്ലി പൗഡറാണ് കേട്ടോ. അപ്പോൾ അത് ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ അതൊരു മൺചട്ടി വെച്ചിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, വലിയ ജീരകം അതാണ് ചേർത്ത് കൊടുത്തത്. ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് വരുമല്ലോ. ആ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ഒരു 3-4 പച്ചമുളകും 2 തക്കാളി, 2 തണ്ട് കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ആ ഒരു തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞു വരണേ, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിനോടൊപ്പം തന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഒന്ന് നീളത്തിൽ മുറിച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റി തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ ഇതാ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ഫൈനായിട്ട് തന്നെ അരപ്പ് അരച്ചെടുക്കണം കേട്ടോ. ആ ഒരു കാര്യം ശ്രദ്ധിക്കണേ. നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ള അരപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നമുക്ക് കറിക്കെല്ലാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി നമ്മൾ ഒഴിച്ചിട്ടുള്ള എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. അതുപോലെ തന്നെ ഇതിലുള്ള ആ ഒരു ജലാംശത്തിന് ഉണ്ടല്ലോ, അതൊന്ന് വറ്റി വരണം. അതുവരെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും. 6-7 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണേ. അപ്പോൾ അത് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്കിനി പുളിവെള്ളം ചേർത്തെടുക്കാം. ചെറിയൊരു നാരങ്ങ വലുപ്പത്തിന് പുളി വെള്ളം ഒഴിച്ചൊന്ന് സോക്ക് ചെയ്ത് വെച്ചാൽ വാളം പുളിയാണ് കേട്ടോ. അത് നമുക്ക് പിഴിഞ്ഞ് അതിൻ്റെ ഒരു കുരുവൊന്നുമില്ലാതെ അരിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കറിക്കെല്ലാം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഈ ഒരു ടൈമിൽ തന്നെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 2 തൊട്ട് 2.5 കപ്പ് വരെയൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ചിലർക്ക് കുറച്ച് കുറുകിയിരിക്കുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കും ഇഷ്ടം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ട് ഞാൻ അത് അടച്ച് വെച്ച് നന്നായിട്ട് കറിയും തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഒരു 15 തൊട്ട് 16 പീസ് വരെയൊക്കെ മീൻ എടുക്കാൻ കേട്ടോ ഈ ഒരു അളവിന്. അപ്പോൾ ഞാൻ തല ഉൾപ്പെടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തല ഉൾപ്പെടെയാണ് ആ ഒരു അളവ് പറഞ്ഞത് കേട്ടോ. പാരമീനാണ്, ചെറിയ പാരമീൻ 2-3 പീസായിട്ടൊക്കെ മുറിച്ചിടാം. ആ ഒരു പാകത്തിനുള്ള പാരമീൻ, വറ്റമീൻ അതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ ഈ ഒരു രീതിയിൽ കറി വെച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു മീൻ നല്ല ഫ്രഷ് ആയിരുന്നു. അപ്പം അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടിയിട്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10 തൊട്ട് 12 മിനിറ്റ് വരെ മതി. ഓൾറെഡി നമ്മൾ കറി തിളപ്പിച്ചിട്ടാണ് ആ ഒരു മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിക്കോളും. അപ്പോൾ കുറഞ്ഞതൊരു 10 തൊട്ട് 12 മിനിറ്റ് വരെ നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിടാം. പിന്നെ ആ ഒരു കറി ഒന്ന് തണുത്ത് സെറ്റായി വരുന്ന സമയത്ത് നമ്മൾ ഒഴിച്ചിട്ടുള്ള എണ്ണയൊക്കെ ഒരു മുകളിലോട്ടൊന്ന് തെളിഞ്ഞ് നല്ല പാകത്തിന് കിട്ടും ഈ ഒരു കറി. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് അടപ്പൊന്ന് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണേ. ചെറുതായിട്ടൊന്ന് അടുക്കിക്കൊന്ന് പിടിച്ചു പോയാലും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് കുത്തി അങ്ങ് ഉടച്ചെടുക്കരുത്. ചെറുതായിട്ടൊന്ന് ഒന്ന് ഇളക്കി ഒന്ന് കൊടുക്കാം. ഈ ഒരു ടൈമിൽ ഒരു സ്മെല്ലൊക്കെ കുറവാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ചിലർക്ക് ഈ ഒരു ഉലുവയുടെ സ്മെല്ല് അത്രയ്ക്കും ഇഷ്ടമാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ചേർക്കണമെന്നില്ല. അപ്പോൾ ഉലുവയുടെ ഒക്കെ ഒരു സ്മെല്ല് ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 10-12 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് അടച്ച് വെച്ച് അങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം കഴിക്കാം. ഇന്നത്തെ ലഞ്ച് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. മട്ടേരി ചോറും വേവിച്ച് ഉടച്ചെടുത്തിട്ടുള്ള ഒരു മരിച്ചിനിയും പിന്നെ കുറച്ച് ക്യാരറ്റിൻ്റെ തോരൻ എടുക്കുന്നുണ്ട്. പിന്നെ ഒരു മീൻ പൊരിച്ചത്, ആ ഒരു പാരമീൻ തന്നെ മസാലയൊക്കെ പുരട്ടിട്ടൊന്ന് പൊരിച്ചെടുത്താണ് കേട്ടോ. നമ്മുടെ മീൻ കറി ഉണ്ടോ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റായിട്ടിരിപ്പുണ്ട്. ഇനി നമുക്കത് ആ ഒരു മരിച്ചിനിയിലും ആ ഒരു ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. ഒരു കറി ഒരുപാട് വെള്ളമല്ല, എന്നാൽ തീരെ തിക്കുമല്ല, ആ ഒരു പാകത്തിന് കറി റെഡിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു കുറച്ച് മീൻ കഷ്ണം കൊണ്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ഫ്ലേവറാണ് ഈ ഒരു കറിക്ക്. നല്ല ഫ്ലേവറും ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറി റെസിപ്പി തന്നെയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കി. നമ്മൾ ഏത് മീൻ വെച്ചിട്ടും ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അയില മീൻ വെച്ചിട്ടോ ഏത് മീൻ വെച്ചിട്ടും കണ്ടോ, ചെറിയ മീനൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ കറി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതാ ഒരു മീൻ കറിയും എല്ലാം ഒഴിച്ചൊന്ന് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മീനച്ചാറുണ്ടായിരുന്നു, അതും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതായത് ഒരു ചെറിയൊരു മീൻ കറിയുടെ റെസിപ്പിയും വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്.